ചേച്ചി അവിടെ നിന്നിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഇറങ്ങി വന്നത്. ബട്ട് നേരത്തെ ശാന്തനുവും ഷെയ്നും പറഞ്ഞ പോലെ തന്നെ അതിനോട് ചേർത്ത് വയ്ക്കാൻ എനിക്കെന്തെങ്കിലും പറയണമെങ്കിൽ വളരെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെന്യൂസ് ആയിട്ടുള്ള കുറേ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ഇത്. പക്ഷെ ഒരു ടീം എങ്ങനെ ഒരുമിച്ച് നിന്നത് കവർ ചെയ്യും എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി. 7-8 രാത്രികളൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിട്ട് രാവിലെ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കൊക്കെ പിന്നെയും കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അത്രയും ഫിസിക്കലി കൂടെ, കാരണം ഇവർ കബഡി മാച്ചും അത് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ റിഹേഴ്സൽ എടുക്കും, ഡേ ആൻഡ് നൈറ്റ്, തിരിച്ചു പോയി ഷൂട്ട് ചെയ്യും, ഡേ ആൻഡ് നൈറ്റ്, അങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ഷൂട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ചെയ്യുകയും ഐ തിങ്ക് ആ പ്രോസസ്സാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത്. അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അതിന് തീർച്ചയായിട്ടും ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സന്തോഷിനോടും ബിനുവിനോടുമാണ്. താങ്ക് യു സോ മച്ച്.